കർത്താവിനോട് ഭക്തിയുള്ളവൻ വിൽ ബി റെസ്പെക്റ്റഡ്. അവൻ ആദരവിന്, ബഹുമാനത്തിന് അർഹനാകും. ഇന്ന് ദൈവകരുണയ്ക്കാണ് മാർക്കറ്റ്. കർത്താവിൻ്റെ കരുണയാണ് എല്ലാവരും പ്രഘോഷിക്കുന്നത്. കർത്താവിൻ്റെ കരുണ പ്രഘോഷിക്കപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ കർത്താവിൻ്റെ കരുണയോടൊപ്പം അവൻ്റെ നീതിയും പ്രഘോഷിക്കപ്പെടണം. കർത്താവ് കാരുണ്യവാനാണ്, ഒപ്പം അവൻ നീതിമാനുമാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പൗലോസ്ലീഹ, കർത്താവിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ അബൈഡ് ഇൻ യു. നമുക്കിന്ന് കർത്താവിനോടൊപ്പം ആയിരിക്കാൻ വയ്യ. കർത്താവേ ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ എന്നല്ലേ നമ്മൾ ഈ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോടൊപ്പമായിരുന്നാൽ കർത്താവ് നമ്മളിൽ ആയിരിക്കും. അതാണ് കമ്മ്യൂണിയൻ, അതാണ് കൂട്ടായ്മ. നമ്മൾ കുർബാന സ്വീകരണത്തിന്റെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പാട്ടിനകത്ത് പറയുന്നില്ലേ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീരണം, എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരണം. അതാണ് പെർഫെക്റ്റ് മെർജിങ്, കൂട്ടായ്മ, കമ്മ്യൂണിയൻ. അതാണ് നമ്മളും ഈശോയ്ക്കും ഇടയിൽ, നമുക്കും ദൈവത്തിനും ഇടയിൽ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ചോയ്സ് ഉണ്ട്. കർത്താവിനോടൊപ്പമാണോ? നമുക്ക് എല്ലാ അവസരവും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമോദീസായിലൂടെ കർത്താവിൻ്റെ സഭയിൽ അംഗത്വം ലഭിച്ച നമുക്ക് ശരിക്കും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, തിരഞ്ഞെടുപ്പായിരുന്നു. അത് കർത്താവിൻ്റെ ഡിസിഷനായിരുന്നു. അത് വലിയ ഭാഗ്യമായിരുന്നു, അനുഗ്രഹമായിരുന്നു. അതിനുശേഷം കിട്ടിയ പരിശീലനങ്ങൾ, ദൈവികമായ അറിവുകൾ, നമുക്ക് ലഭിച്ച പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, വചനത്തിൻ്റെ പാഠങ്ങൾ, ഒരുമിച്ച് ചെലവഴിച്ച കൂട്ടായ്മയുടെ അനുഭവങ്ങൾ, ഇതൊക്കെ വീണ്ടും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ സഹായിക്കണം. ജീവിതത്തിലൊരു ഘട്ടത്തിൽ കർത്താവിൽ നിന്ന് അകന്നു പോയിട്ട് ഒത്തിരി ശേഖരിക്കാമെന്നും ഒത്തിരി നേടാമെന്നും വിചാരിക്കരുത്. കർത്താവ് പറയുന്നു, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു, വിൽ ബി സ്കാറ്റേർഡ്. നമുക്ക് കർത്താവിനോടൊപ്പം നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ജീവിതത്തിൽ ആയുസ് തീരുവോളം നിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുവാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയും ബലവും എനിക്ക് നൽകണമേ.